മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യു പ്രതിഭ MLA ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യു പ്രതിഭ MLA മൗദൂദികൾക്കൊരു മറുപടി കൊടുത്തപ്പോയേക്ക് KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജിക്ക് ആ മറുപടി കൊണ്ടിട്ടുള്ള ഏതായാലും വലിയ രീതിയിൽ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് KM ഷാജി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് യാഥാർത്ഥ്യം പറയുമ്പോൾ ആ പറയുന്നവരെ വർഗീയവാദികളാക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളത് KM ഷാജി എങ്ങനെയാണ് അതൊക്കെ മുന്നോട്ട് വെക്കുന്നത് എന്നും സകല ആളുകൾക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ തന്നെ KM ഷാജി പറയുന്ന പ്രസംഗവും ഞാനിവിടെ കൊടുക്കാം. അതിനു മുമ്പ് യു പ്രതിഭ MLA എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 24 റിപ്പോർട്ടറെ, മറ്റുള്ളവരുടെ ശവം തിന്നാണോ നീ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ ശവം തിന്നാണോ താൻ ജീവിക്കുന്നത്? 24 റിപ്പോർട്ടർ മാത്രമല്ല, മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്. കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാകും. നിങ്ങൾ കേട്ടില്ലേ എന്താണ് യു പ്രതിഭ MLA മുന്നോട്ട് വെച്ചത് എന്ന്? നമുക്കറിയാം, യു പ്രതിഭ MLAയുടെ മകന്റെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നില്ല, ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ടാണ് മറുപടിയുമായിട്ട് യു പ്രതിഭ MLA എത്തിയിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ മാതാവോ പിതാവോ അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ദുരുപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളോ അത്തരത്തിലൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാതാവിനെയും പിതാവിനെയും ഒക്കെ തന്നെ കൃത്യമായിട്ട് വിമർശിക്കേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു അമ്മയോ പിതാവോ ഒരിക്കലും അംഗീകരിക്കുമോ? തൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കൂല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ മക്കൾ ചെയ്ത ഈ ഒരു വിഷയത്തിന് വലിയ രീതിയിൽ ഇവരെ വിമർശിക്കണോ എന്നില്ല എന്നുള്ളത് ആളുകളൊക്കെ ഇതിനൊന്ന് ചിന്തിക്കുക. പിന്നെ ഇത് തെറ്റാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് കേസെടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യവുമാണ്. നമ്മൾ ഒരിക്കലും യു പ്രതിഭ MLAയുടെ മകനെയോ MLA ഒന്നും ന്യായീകരിക്കുകയല്ല. കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു വിഷയം മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് മൗദൂദി ചാനലിന്റെ മതപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയ ഒരു പക്ഷേ മതപരമായിട്ടുള്ള ചിന്തയുണ്ടാവുമെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇവിടെ 24 ന്യൂസിനെ ഇവർ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇവർ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതായത് ചില മാധ്യമങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിൽ മൗദൂദി ചാനൽ പറഞ്ഞ സമയത്ത് മതപരമായിട്ടുള്ള ഒരു ചിന്ത എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചോ, അതിലെന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം മൗദൂദി ചാനലൊക്കെ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതിൽ കൊണ്ടിട്ടുള്ള വ്യക്തി പറയുന്ന KM ഷാജി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതൊരമ്മയെ അവർ പ്രത്യേകിച്ച് MLA ആയതുകൊണ്ട് വലിയ തരത്തിൽ അവരെ കുറ്റവാളിയാക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വേറെ വിഷയമാണ്. ഞങ്ങൾ അത് എടുത്തിട്ടുമില്ല. പക്ഷെ പ്രതിഭ നടത്തിയ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അതിനകത്ത് പറയുന്ന വാക്ക് പ്രതിഭ ആലോചിക്കണം. എന്താ പറഞ്ഞത്? മാധ്യമം പത്രത്തിലെ ആൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് അയാൾക്ക് മറ്റുള്ളവരോടുള്ള പ്രതികാരമാണത്രേ പ്രതിഭയുടെ മകന്റെ കേസ്. എന്ത് മോശത്തരത്തിലേക്കാണ് CPM-കാരാ നിങ്ങൾ പോകുന്നത്? പറയുന്ന വാദം ഈ പ്രതിഭ അത് പറഞ്ഞിട്ട് ഈ പറയുന്ന നിമിഷം വരെ തിരുത്തിയിട്ടില്ല. നിന്റെ കമ്മ്യൂണിസം, നിന്റെ ഈ പറയുന്ന CPM എന്ന പാർട്ടി ഇത്രമേൽ വർഗീയത, ഒരു പത്രപ്രവർത്തകന്റെ മതം നോക്കി ജാതി നോക്കി തന്റെ മകന്റെ തെറ്റുമറക്കാൻ അവർ നടത്തിയ വിവരക്കേട് പോലും വർഗീയമായ പരാമർശമാവുക. നിങ്ങൾ കേട്ടില്ലേ? അതായത് മൗദൂദി ചാനലിനെ ചൊറിഞ്ഞ സമയത്ത് കൊണ്ടിട്ടുള്ളത് KM ഷാജിക്കാ. പിന്നെ ഇവർ പറഞ്ഞു ആദ്യമേ തന്നെ എടുത്തു പറയാം, KM ഷാജിയും പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരു അമ്മ മകൻ എന്ന രീതിയിൽ ആ മകൻ ചെയ്ത തെറ്റിന് ഒരു MLA ക്രൂശിക്കുന്നില്ല, അവരും അത് ചെയ്യുന്നില്ല, നമ്മളും തന്നെ അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ KM ഷാജിക്ക് കൊണ്ടിട്ടുള്ളത് മൗദൂദി ചാനലിലെ പറഞ്ഞ വിഷയത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ KM ഷാജി പറഞ്ഞല്ലോ പത്രം അതേപോലെ തന്നെ മതം നോക്കി മാധ്യമ പ്രവർത്തകനെ നോക്കുന്നു എന്നൊക്കെ. അല്ല, മാധ്യമം പത്രമൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? താലിബാൻ വിസ്മയം എന്ന് എഴുതിയിട്ടുള്ള പത്രമല്ലേ ഈ മാധ്യമ പത്രം? ഈ പറയുന്ന മൗദൂദി ചാനലിന്റെ അവസ്ഥ എന്താ? അവര് ഓരോ സമയത്തും അടുപ്പ് കൂട്ടുന്നത് ആർക്ക് വേണ്ടിയാ?
ബോധമുള്ള എല്ലാ ആളുകൾക്കറിയാം അവരെന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പൊ ലേറ്റസ്റ്റ് വിഷയം എടുക്കുക. സിറിയയില് അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരനാ അവിടെ അധികാരത്തിലെത്തിയത്. എന്നിട്ട് ആ ഭീകരന് വേണ്ടിയിട്ട് വാദിക്കുക. ഇവരൊക്കെ എന്ത് ഉണ്ടാ നോക്കിയിട്ടാ ഇതിനൊക്കെ വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുപ്പ് കൂട്ടിയിട്ട്. ഇതൊക്കെ കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രതിഭ MLA 24 ന്യൂസിനെ പറഞ്ഞിട്ടുണ്ട്, അവരവിടെ മതം പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസിനെ പറഞ്ഞിട്ടുണ്ട്, അവരവിടെ മതം പറഞ്ഞിട്ടില്ല. ഓരോ വിഷയങ്ങള് പല സമയങ്ങൾ അവർ പറയുമ്പോഴും എവിടെയും അവർ മതം പറഞ്ഞിട്ടില്ല. പക്ഷെ മൗദൂദി ചാനൽ പറഞ്ഞ സമയത്തും മതം പറഞ്ഞു. അതെങ്ങനെയാ വർഗീയതയാവുന്നത്? KM ഷാജി ഒന്ന് മുന്നോട്ട് വെക്കണത്. ഇവരെന്താണ് ഈ മൗദൂദി ചാനൽ നമ്മുടെ കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? KM ഷാജിക്കൊന്നും നാണമില്ലേ? ഈ ചാനലിനെ, ഈ മാധ്യമ പത്രത്തിനെയും ഈ മൗദൂദി ചാനലിനൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവരൊക്കെ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? KM ഷാജി ചാനലൊന്നും കാണാഞ്ഞിട്ടല്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. മൗദൂദി ചാനലിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് മതം നോക്കി തന്നെയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും കേരള പൊതുസമൂഹത്തിലില്ല. KM ഷാജിക്കുണ്ടെങ്കിൽ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് വർഗീയത എന്ന് പറഞ്ഞിട്ട് ഈ മൗദൂദികളെയൊക്കെ വെളുപ്പിക്കാൻ എന്തിനാണ് ഈ KM ഷാജിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. KM ഷാജി എന്തിനാണ് ഈ ചാനലിനെയൊക്കെ വെളുപ്പിക്കാൻ നടക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തോട് കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്, അത് കേരള പൊതുസമൂഹത്തിന് അറിയാം. അതേപോലെ ഇടതുപക്ഷത്തിന് ഈ പറയുന്ന UDF-നോടും കൃത്യമായിട്ട് വിയോജിപ്പുണ്ട്. അവിടെ ഈ ഒരു വിയോജിപ്പില് ഈ പരത്തുന്നത്, അതായത് മൗദൂദി ചാനൽ പരത്തുന്നത് അവരെന്താണ് ചെയ്യുന്നത് എന്ന് യാഥാർത്ഥ്യം ഒരു വിഭാഗം പറയുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ ഈ KM ഷാജിക്കൊക്കെ ഒരു മനസ്സ് വേണമെന്ന ബോധമുള്ള എല്ലാ ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്. വലിയ രീതിയിൽ പിന്നെ മതം നോക്കി ഈ പ്രതികരിക്കുന്നതെന്നൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത ഈ KM ഷാജിക്കൊക്കെ ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മതത്തിന്റെ പേരിലുള്ള പാർട്ടിയില് ജനപ്രതിനിധിയായ അതിന്റെ നേതാവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്താ, അതായത് തങ്ങൾ മതം പറഞ്ഞാൽ മതേതരത്വം, മറ്റുള്ളവർ പറഞ്ഞാൽ അത് വർഗീയത, അത് എവിടത്തെ ഏർപ്പാടാ? ഷാജി ഒന്നൊക്കെ ഒന്ന് വ്യക്തമാക്കണം. നമ്മുടെ രാജ്യത്ത് 2000-ലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട്. ഈ പാർട്ടികളിലൊക്കെ മതത്തിന്റെ പേരിലുള്ള ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാ. അവർ മതത്തിന്റെ പേരിട്ടിട്ട് മറ്റുള്ളവർ വർഗീയത പറയുന്നു, മതം നോക്കി പറയുന്നു എന്ന് സ്വന്തം പാർട്ടിന്റെ പേര് തന്നെ മതത്തിന്റെ പേരാ. അതൊന്നും ആരും പറയുന്നില്ല. അത് പറയുന്നവരൊക്കെ തന്നെ വർഗീയവാദികളാക്കാൻ ഇവർ വലിയ ശ്രമവും നടത്തൂ. നിങ്ങൾ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുന്നത് മൗദൂദി ചാനലിലാണ് എന്നുള്ളൊരു ബോധം ഈ ഷാജിക്കൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ KM ഷാജിയൊക്കെ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഭ MLA ആ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെയാ കേരളത്തിലെ ബോധമുള്ള എല്ലാ ആളുകളും പറയുന്നത്. മൗദൂദി ചാനലിൽ ഒരു വാർത്ത വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ മതം നോക്കി തന്നെയാ കൊടുക്കുന്നത്. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.